എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചു. ആദ്യ 10 റാങ്കും ആൺകുട്ടികൾ കരസ്ഥമാക്കി. തൃപ്പൂണിത്തുറ സ്വദേശി വി റാം ഗണേഷിനാണ് ഒന്നാം റാങ്ക്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 55,914 വിദ്യാർത്ഥികളുടെ റാങ്ക് പട്ടികയാണ് ഇന്ന് പുറത്തിറക്കിയത്. ഇതിൽ തൃപ്പൂണിത്തുറ സ്വദേശി രാം ഗണേഷ് വി ഒന്നാം റാങ്ക് നേടി. തിരുവല്ല സ്വദേശി അക്ഷയ് ആനന്ദിന് രണ്ടാം റാങ്കും തിരുവനന്തപുരം സ്വദേശി അശ്വിൻ എസ് നായർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽ മലപ്പുറത്തു നിന്നുള്ള ഷിബൂസ് പിക്കാണ് ഒന്നാം റാങ്ക്. പട്ടികവർഗ വിഭാഗത്തിൽ കോട്ടയം സ്വദേശി ആദർശസും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ആദ്യ 10 റാങ്കുകളിൽ ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും ഇടം നേടാനായില്ല. ആദ്യത്തെ 100 റാങ്കുകളിൽ പെൺകുട്ടികളുടെ പ്രാതിനിധ്യം 10-ൽ ഒതുങ്ങി. ആദ്യ 1000 റാങ്കുകൾ നേടിയവരിൽ 555 വിദ്യാർത്ഥികളും CBSE വിഭാഗത്തിൽ പഠിച്ചവരാണ്. അടുത്ത വർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും എൻട്രൻസിന് അപേക്ഷ നൽകാനുള്ള അവസരമൊരുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. അടുത്ത വർഷം അത് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കി അതാത് സ്കൂളുകളിൽ തന്നെ എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ 11,000-ഓളം സർക്കാർ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നുവെന്നും ഈ സാഹചര്യത്തിൽ കോളേജുകളുടെ നിലവാരം വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഇന്ന് പ്രസിദ്ധീകരിച്ച ആർക്കിടെക്ചർ വിഭാഗത്തിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ കോഴിക്കോട് നിന്നുള്ള നമിത നിജിക്കാണ് ഒന്നാം റാങ്ക്. 2,826 വിദ്യാർത്ഥികളുടെ റാങ്ക് പട്ടികയാണ് ആർക്കിടെക്ചർ വിഭാഗത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അനുബന്ധ രേഖകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിക്കാത്തതിനാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 5,982 വിദ്യാർത്ഥികളുടെയും ആർക്കിടെക്ചർ വിഭാഗത്തിൽ 386 വിദ്യാർത്ഥികളുടെയും ഫലം തടഞ്ഞുവച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം റദ്ദാക്കിയ 5 എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ വർഷം പ്രവേശനം നടത്തില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.